ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇൻറ്റേർണൽ ട്രേഡിനെ കുറിച്ചാണ്. എന്താണ് ഇൻറ്റേർണൽ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനകത്ത് നടക്കുന്ന എല്ലാത്തരം ട്രേഡിനെയും നമ്മൾ ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയും. അതായത് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് എ നേഷൻ, ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന ട്രേഡ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിൽ കാണാം ഇൻറ്റേർണൽ ട്രേഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് വോൾസെയിലും മറ്റൊന്ന് റീറ്റെയിലുമാണ്. വോൾസെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്കായിട്ട് സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നതിന് വോൾസെയിൽ എന്ന് പറയും അല്ലേ. അതുപോലെ തന്നെ റീറ്റെയിൽ എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്നും സാധനം വാങ്ങുന്നതിന് നമ്മൾ റീറ്റെയിൽ എന്നും പറയുന്നുണ്ട്. നമുക്ക് നോക്കാം മീനിങ് ഓഫ് ഇൻറ്റേർണൽ ട്രേഡ്. എന്താണ് ഇൻറ്റേർണൽ ട്രേഡിൻ്റെ മീനിങ് നോക്കാം. ദി ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി മേ ബി സോൾഡ് വിത്തിൻ ദ കൺട്രി ഓർ ഔട്ട്സൈഡ് ദ കൺട്രി. നമുക്കറിയാം നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ ഒന്നുകിൽ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റിയേക്കും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ അത് ഉപയോഗിക്കും. എന്നാൽ വെൻ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടേക്സ് പ്ലേസ് വിത്തിൻ ദ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഓഫ് എ കൺട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനകത്ത് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് എ കൺട്രി സെല്ലിംഗ് അല്ലേ, എന്താണ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നടക്കുന്നതിന്, അതായത് ഒരു രാജ്യത്തിനകത്ത് തന്നെ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെ നമ്മൾ ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് റെഫേർഡ് ടു ബി ആസ് ഇൻറ്റേർണൽ ട്രേഡ്. അതോടൊപ്പം ഇതിൽ പറയുന്നത് ഇറ്റ് മേ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി, വില്ലേജ്, ടൗൺ ഓർ സിറ്റി. ഒന്നുകിൽ ഇത് അല്ലേ സെയിം ലൊക്കാലിറ്റി സിറ്റീസിലോ അതുപോലെ തന്നെ വില്ലേജിലോ ടൗണിലോ എവിടെയോ ആയിക്കോട്ടെ, മേ ബി ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റുകൾ അല്ലെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ട്രേഡ് ആവാം. ബട്ട് ഡെഫിനറ്റ്ലി വിത്തിൻ ദ സെയിം കൺട്രി. എന്തായാലും അത് ഒരു കൺട്രിക്കകത്ത് തന്നെ നടക്കുന്നതാണ്. ഇൻറ്റേർണൽ ട്രേഡ് ഈസ് ഓൾസോ കോൾഡ് ഡൊമസ്റ്റിക് ട്രേഡ് ഓർ ഹോം ട്രേഡ്. ഇതിനെ വേറൊരു പേരിൽ വിളിക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറഞ്ഞാലും ഹോം ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇൻറ്റേർണൽ ട്രേഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് രാജ്യത്തിനകത്ത് നടക്കുന്ന ട്രേഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടു ക്ലാരിഫൈ ദ കൺസെപ്റ്റ് ഓഫ് ഇൻറ്റേർണൽ ട്രേഡ്, ലെറ്റ് us now learn about its features. നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്ന സമയത്ത് ഒന്നാമത്തേത് പറയുന്നത് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ടേക്ക് പ്ലേസ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ദി സെയിം കൺട്രി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിനകത്ത് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ദിസ് കൺട്രി, രാജ്യത്തിനകത്ത് നടക്കുന്ന ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ്, വാങ്ങലും വിൽക്കലുമാണ്. രണ്ടാമത്തെ പേയ്മെൻറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് മെയ്ഡ് ഇൻ ദ കറൻസി ഓഫ് ദി ഹോം കൺട്രി. അതായത് ഇതിനകത്ത് ട്രാൻസാക്ഷൻസ് നടക്കുന്നത് ആ കൺട്രിയിലെ കറൻസി ഉപയോഗിച്ചാണ്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലാണെങ്കിൽ അത് റുപ്പീസിലാണ്, രൂപയിലാണ് നടക്കുക. ഇതിൽ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് മിഡിൽ മാൻ. അപ്പോൾ ഇതിനകത്ത് ട്രാൻസാക്ഷൻ നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? പ്രൊഡ്യൂസേഴ്സ് തമ്മിൽ, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മിഡിൽ മാൻ, അതായത് ട്രേഡേഴ്സ്, സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. കൺസ്യൂമേഴ്സ്, സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരുണ്ട്, അഥവാ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ. പിന്നെ ഒന്ന് മിഡിൽ മാൻ. ആരാണ് മിഡിൽ മാൻ? മിഡിൽ മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരാണ്, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ നാലാമത്തെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഓഫ് മിഡിൽ മാൻ ആൻഡ് ഏജൻസീസ് എൻഗേജ്ഡ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ് ഓഫ് മിഡിൽ മാൻ ആൻഡ് ഏജൻസീസ് എൻഗേജ്ഡ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് നമുക്കറിയാം ഇന്ന് ഓൺലൈൻ ട്രേഡിനകത്താണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നെല്ലാം സാധനങ്ങൾ വാങ്ങുമ്പോൾ ആ സാധനങ്ങൾ യഥാർത്ഥത്തിൽ വിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അതിനകത്തുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഏജൻസീസ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലിപ്കാർട്ടും ആമസോണൊക്കെ. അതായത് പ്രൊഡ്യൂസേഴ്സിൽ നിന്നും കൺസ്യൂമറിലേക്ക്, സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളിലേക്ക് എത്തിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട് ഇല്ലേ. ഇന്ന് വേറൊരു സാധനം നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്. അതായത് ഏജൻസീസ്. അപ്പോൾ അതും ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ട്, ഇതിൻ്റെ ഭാഗമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ഇൻറ്റേർണൽ ട്രേഡിനെ നമുക്ക് ഏത് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ജനറലി വി ബൈ ഗുഡ്സ് അവർ ഡെയിലി യൂസ് ഫ്രം ദ ലോക്കൽ ഷോപ്പ് കീപ്പർ അല്ലേ. നമ്മുടെ ഡെയിലി യൂസിന് നമ്മൾ ഷോപ്പ് കീപ്പറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു. ദീസ് ഷോപ്പ് കീപ്പേഴ്സ് ബൈ ഗുഡ്സ് ഇൻ ബൾക്ക് ആൻഡ് സെൽ ദം ടു ആസ് പെർ അവർ റിക്വയർമെൻറ്റ്. അപ്പോൾ ഷോപ്പ് കീപ്പർ ഒന്നോ രണ്ടോ സാധനങ്ങളായിട്ടല്ല വാങ്ങുക, ഒരുപാട് അതായത് ഷോപ്പിലുള്ള ഷോപ്പുകാർ
ഒരുപാട് സാധനങ്ങൾ വാങ്ങും, ഒന്നിച്ച് വാങ്ങും കുറേ, എന്നിട്ട് നമുക്ക് എന്താണ് നമ്മുടെ റിക്വയർമെൻറ്റ്സ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ ക്വാണ്ടിറ്റിയാണ് വിൽക്കുന്നത്. ബട്ട് ഡു യു നോ ഫ്രം വേർ ദീസ് ഷോപ്പ് കീപ്പേഴ്സ് ബൈ ദോസ് ഗുഡ്സ്? അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം, എവിടെ നിന്നാണ് ഈ ഷോപ്പ് കീപ്പേഴ്സ് സാധനങ്ങൾ വാങ്ങുന്നത്? They generally buy goods in large quantity either from the producers directly or from any other shops that sell goods in bulk. അപ്പോൾ ഷോപ്പ് കീപ്പേഴ്സ്, അതായത് ഷോപ്പിലുള്ള ആൾക്കാർ, അവർ ഒന്നുകിൽ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും ഡയറക്റ്റ്ലി ബൾക്കായിട്ട് വാങ്ങും, അല്ലെങ്കിൽ ആരാണോ ബൾക്കായിട്ട് സെയിൽ ചെയ്യുന്നത് അവരുടെ കയ്യിൽ നിന്നും വാങ്ങും. ദിസ് വി ഫൈൻഡ് ദാറ്റ് സം ഷോപ്പ് കീപ്പേഴ്സ് ബൈ ഗൂഡ്സ് ഇൻ ബൾക്ക് ആൻഡ് സെൽ ടു അതേഴ്സ് ഇൻ ബൾക്ക്. അപ്പോൾ നമുക്ക് ചില ഷോപ്പ് കീപ്പേഴ്സിനെ കാണാം, അവർ വാങ്ങുന്നതും വിൽക്കുന്നതും ബൾക്കായിട്ടാണ്, ഒരുപാട് സാധനങ്ങൾ ഒന്നിച്ചായിരിക്കും വിൽക്കുക, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വൈൽ അതർ ബൈ ഇൻ ബൾക്ക് ആൻഡ് സെൽ ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ആസ് പെർ ദ റിക്വയർമെൻറ്റ് ടു ദി കസ്റ്റമേഴ്സ്. അപ്പോൾ ചില ആൾക്കാർ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങും, എന്നിട്ട് സ്മോളർ ക്വാണ്ടിറ്റിയിലായിരിക്കും സാധനങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുക. Thus, on the basis of volume of goods traded, we can classify internal trade as, ചില സാധനങ്ങൾ കൊടുക്കുന്നതും വാങ്ങുന്നതും ബൾക്കായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, സ്മോളർ ക്വാണ്ടിറ്റീസ് ആയിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ വോളിയമാണ്, ക്വാണ്ടിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ, വോളിയമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹോൾസെയിൽ ട്രേഡും മറ്റൊന്ന് റീറ്റെയിൽ ട്രേഡുമാണ്. അപ്പോൾ ഹോൾസെയിൽ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്കറിയാം അവർ ഹോൾസെയിൽ ട്രേഡിൽ നിന്ന് ബൾക്കായിട്ട് തന്നെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, എന്നിട്ട് ബൾക്കായിട്ട് തന്നെയാണ് സാധനങ്ങൾ വിൽക്കുന്നത്. എന്നാൽ റീറ്റെയിൽ ട്രേഡ് എന്താണ്, നമുക്കറിയാം അവർ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങുന്നു, എന്നിട്ട് സ്മോളർ ക്വാണ്ടിറ്റീസിലാണ് ആൾക്കാർക്ക് സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ഹോൾസെയിൽ ട്രേഡ് എന്ന് നമുക്ക് നോക്കാം. ഹോൾസെയിൽ ട്രേഡ് റെഫേഴ്സ് ടു ബൈങ് ഓഫ് ഗൂഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. അവർ സാധനങ്ങൾ വാങ്ങുന്നത് ലാർജ് ക്വാണ്ടിറ്റിയിലാണ്, ഫ്രം പ്രൊഡ്യൂസേഴ്സ് ഓർ മാനുഫാക്ചേഴ്സ്, അല്ലേ, പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നും മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും, സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും ഡയറക്റ്റ് സാധനങ്ങൾ ബൾക്കായിട്ട് അവർ വാങ്ങുന്നു. ഫോർ സെയിൽ ടു അതർ ട്രേഡേഴ്സ് ഓർ ബയേഴ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ വാങ്ങുന്ന ബയേഴ്സിന്, അല്ലേ, അത് വിൽക്കുന്നു. അതുപോലെ തന്നെ ട്രേഡേഴ്സിന്, കച്ചവടക്കാർക്കും, അതായത് എന്താണ്, വേറെ ഷോപ്പ് കീപ്പേഴ്സിന് അവർ സെയിൽ ചെയ്യുന്നു. ദോസ് ഹു ആർ എൻഗേജ്ഡ് ഇൻ ഹോൾസെയിൽ ട്രേഡ് ആർ കോൾഡ് ഹോൾസെയിലേഴ്സ്. അപ്പോൾ ഹോൾസെയിൽ ട്രേഡിൽ എൻഗേജ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഹോൾസെയിലേഴ്സ് എന്നാണ് പറയുന്നത്. ദേ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ മാനുഫാക്ചേഴ്സ് ഓർ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ദ സ്മോൾ ട്രേഡേഴ്സ്, അല്ലേ. അവരാരുമായിട്ടാണ് ലിങ്ക് ഉണ്ടാവുന്നത്? മാനുഫാക്ചേഴ്സ് ഓർ പ്രൊഡ്യൂസേഴ്സ്, അതുപോലെ തന്നെ സ്മോൾ ട്രേഡേഴ്സ്, ചെറിയ ചെറിയ കച്ചവടക്കാരുമായിട്ടാണ് അവർക്ക് ലിങ്ക് ഉള്ളത്. ജനറലി ദേ സ്പെഷ്യലൈസ് ആൻഡ് ഡീൽ ഇൻ വൺ ഓർ ഫ്യൂ പ്രൊഡക്ട്സ്. അപ്പോൾ സാധാരണ ജനറൽ സ്റ്റോർ പോലെ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് എല്ലാ സാധനവും വിൽക്കുന്ന ആൾക്കാരല്ല. അവർ ഹോൾസെയിലാകുന്ന സമയത്ത് വളരെ കുറച്ച് സാധനങ്ങൾ, ഫ്യൂ ഐറ്റംസ് മാത്രമേ വിൽക്കൂ. പക്ഷേ ആ വിൽക്കുന്ന സാധനങ്ങൾ അവരുടെ കയ്യിൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവും. ഇനി നമുക്ക് ഹോൾസെയിൽ ട്രേഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ദി ഹോൾസെയിലർ ജനറലി ഡീൽസ് ഇൻ വൺ ഓർ ഫ്യൂ വെറൈറ്റീസ് ഓഫ് ഐറ്റംസ്. ഹീ ഈസ് എ സ്പെഷ്യലിസ്റ്റ് ട്രേഡർ ഇൻ എ പെർട്ടിക്കുലർ ലൈൻ, മെഷീനറി, ടെക്സ്റ്റൈൽസ്, മെഡിസിൻസ്. എക്സാമ്പിൾ, അതായത് അയാൾ വളരെ ഫ്യൂ ആയിട്ടുള്ള ഐറ്റംസ്, വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് മാത്രമേ ഡീൽ ചെയ്യും, ഒരുപാട് സാധനങ്ങൾ ഡീൽ ചെയ്യില്ല. ഈസ് എ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ആ വിൽക്കുന്ന സാധനത്തിൽ അയാൾ എന്തായിരിക്കും? സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. എക്സാമ്പിൾ, മെഷീനറി, ടെക്സ്റ്റൈൽസ്, മെഡിസിൻസ് ഒക്കെ ആയിട്ടാണ് അവർ വിൽക്കുക. അല്ലാതെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അവർ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. രണ്ടാമത്തെ, ഹോൾസെയിലേഴ്സ് ബൈ ഗൂഡ്സ് ഫ്രം ദ മാനുഫാക്ചറേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ബൾക്ക് ആൻഡ് സെൽ ദം ടു ദ റീറ്റെയിലേഴ്സ് ആൻഡ് സംടൈംസ് ടു കൺസ്യൂമേഴ്സ് ഡയറക്ട്ലി. അപ്പോൾ അവർ ബൾക്കായിട്ട് മാനുഫാക്ചറുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നു, അല്ലേ, പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നു. എന്നിട്ട് അത് ആർക്കാണ് സെയിൽ ചെയ്യുന്നത്? റീറ്റെയിലേഴ്സിനാണ് സെയിൽ ചെയ്യുന്നത്, അല്ലേ. അതുപോലെ തന്നെ വേറെ ആർക്ക് സെയിൽ ചെയ്യാറുണ്ട്? കൺസ്യൂമേഴ്സ് ഡയറക്ട്ലി. കൂടുതൽ സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങുന്ന കൺസ്യൂമേഴ്സിനും അവർ സാധനങ്ങൾ ഹോൾസെയിലായിട്ട് തന്നെ കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റീറ്റെയിൽ ട്രേഡ് എന്തെന്നുള്ളതാണ്. റീറ്റെയിൽ ട്രേഡ് റെഫേഴ്സ് ടു ബൈങ് ഗൂഡ്സ് ഫ്രം ദി മാനുഫാക്ചർ ഓർ ഹോൾസെയിലേഴ്സ് ആൻഡ് സെല്ലിംഗ് ദ സെയിം ടു ദി അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. അവർ ഒന്നുകിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങുന്നു, അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുന്നു, എന്നിട്ട് ആർക്ക് വിൽക്കുന്നു? അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് ഡയറക്റ്റ്ലി വിൽക്കുന്നതാണ് റീറ്റെയിൽ ട്രേഡ് എന്ന് പറയാം. ദ റീറ്റെയിൽ ട്രേഡർ ജനറലി ഡീൽസ് ഇൻ വെറൈറ്റി ഓഫ് ഗുഡ്സ്. അവർ വെറൈറ്റി ആയിട്ടുള്ള ഗുഡ്സുകൾ ഡീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ദോസ് ഹു ആർ എൻഗേജ്ഡ് ഇൻ റീറ്റെയിൽ ട്രേഡ് ആർ കോൾഡ് റീറ്റെയിലേഴ്സ്. അപ്പോൾ റീറ്റെയിൽ ട്രേഡിൽ എൻഗേജ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ റീറ്റെയിലേഴ്സ് എന്നാണ് പറയുക. അതുപോലെ റീറ്റെയിലേഴ്സ് സെൽ ഗുഡ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ആസ് പെർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് കൺസ്യൂമർ. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് സ്മോൾ ക്വാണ്ടിറ്റീസിലാണ് ആര് വിൽക്കുന്നത്?
റീറ്റെയിലേഴ്സ് വിൽക്കുന്നത്. ഇതിനതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. റീറ്റെയിൽ ട്രേഡ് ജനറലി ഇൻവോൾവ്സ് ഡീലിംഗ് ഇൻ വെറൈറ്റി ഓഫ് ഐറ്റംസ്. അവർ വെറൈറ്റി ഓഫ് ഐറ്റംസുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഒരുപാട് സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ടാകും. അതുപോലെ തന്നെ റീറ്റെയിലർ മേക്സ് പർച്ചേസ് ഫ്രം പ്രൊഡ്യൂസർ ഓർ ഹോൾസെയിലേഴ്സ് ഇൻ ബൾക്ക് അല്ലേ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നോ ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്നോ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങും ഫോർ സെയിൽ ടു ദി കൺസ്യൂമർ ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. ആർക്കാണ് അവർ? കൺസ്യൂമേഴ്സിന് സ്മോൾ ക്വാണ്ടിറ്റീസിലാണ് അവർ സെയിൽ ചെയ്യുക. അപ്പോൾ ഇതിനെ നമ്മൾ റീറ്റെയിൽ ട്രേഡ് എന്ന് പറയും. അപ്പോൾ ഇൻറ്റേർണൽ ട്രേഡ്, ഹോൾസെയിൽ, റീറ്റെയിൽ, ഇത്ര കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്.